ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി നമുക്ക് നോമ്പ് തുറക്കി പറ്റിയൊരു കാര്യമാണ്. നല്ല ഒരു ഷേക്കാണ്, മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തമിഴ്നാട് സൈഡിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കുറച്ച് പോപ്പുലറാണ്. മാപ്പിള ഷേക്ക് എന്നാണ് പറയുന്നത്. അതായത് പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഷേക്കാണെന്നാണ് പറയുക, വിവാഹം കഴിഞ്ഞിട്ട് വരന് കൊടുക്കുന്ന ആ സ്റ്റൈലിൽ. അതായത് നല്ല ന്യൂട്രിറ്റീവാണ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിച്ചാൽ നല്ല എനർജിയും ഹെൽത്തും ഒക്കെ ഉണ്ടാകുന്നതാണ്. കാര്യം ബദാമും ഡേറ്റ്സ്, ഈന്തപ്പഴവും ഒക്കെ ചേർത്ത്, അത്തിപ്പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മാപ്പിള ഷേക്ക് നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാപ്പിള ഷേക്ക് ചേരുവകൾ: ഫ്രോസൺ മിൽക്ക് അഥവാ ഫ്രീസറിൽ വെച്ച് നല്ല ഐസ് പോലെ തണുപ്പിച്ച പാല് കഷ്ണങ്ങളായിട്ട് ഒന്ന് തട്ടിയെടുത്ത് വയ്ക്കുക. ഈന്തപ്പഴം 8 എണ്ണം, കുരുവെല്ലാം മാറ്റിയിട്ട് എടുത്ത് വയ്ക്കാം. അത്തിപ്പഴം 6 മുതൽ 7 എണ്ണം വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് 25 എണ്ണം വെള്ളത്തിൽ കുതിർത്തെടുത്തത്. ആൽമണ്ട്സ് അഥവാ ബദാം 25 എണ്ണം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് വീണ്ടും വെള്ളത്തിൽ കുതിർത്തെടുത്തത്. മിൽക്കി മിസ്റ്റ് സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് 5 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ ആകാം, മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മാപ്പിള ഷേക്ക്, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഫ്രോസൺ മിൽക്ക് 1/2 ലിറ്റർ ഞാനിങ്ങനെ തല്ലി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളും പാലും കുറച്ച് നേരമായി പുറത്തിരിക്കുന്നു, അലിഞ്ഞു തുടങ്ങി. ഇതാണ് അത്തിപ്പഴം. അത്തിപ്പഴം എന്ന് പറയുമ്പോൾ അറിയാലോ, ഫിഗ് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്തു, കുറച്ചുകൂടി ഈസി ആയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് ഒരു 8-10 എണ്ണം ഡേറ്റ്സ് ഉണ്ട്, കുരുവെല്ലാം മാറ്റിയിട്ട്. ഈന്തപ്പഴം പിന്നെ ഒരു 25ഓളം അണ്ടിപ്പരിപ്പ്, സ്പ്ലിറ്റ് 25, അതും വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ടുണ്ട്. ആൽമണ്ട്സ് ഒരു 10-25 എണ്ണം എടുത്തിട്ടുണ്ട്, അതും വെള്ളത്തിൽ കുതിർത്താണ്. അതിൻ്റെ സ്കിന്ന് മാറ്റി തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് സ്കിന്ന് മാറ്റിയിട്ട് വെള്ളത്തിൽ കുതിർത്തത്. പിന്നെ ഒരു ആപ്പിൾ, അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് തോട് കളഞ്ഞ് വെച്ചിരിക്കണം. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക്, സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കും. ഇതാണ് പ്രധാന ചേരുവകൾ. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക്, ഒരു ബ്ലെൻഡറിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ആപ്പിൾ ഇടാം. ഓക്കെ, ബദാം, ഇതെല്ലാം കുതിർത്താൽ മാത്രമേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഈ നട്ട്സൊക്കെ, പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ചൊരു തിക്കായിട്ട് കിട്ടണമല്ലോ. പിന്നെ ഡേറ്റ്സ്, ഇത് കണ്ടല്ലോ, അത്തിപ്പഴം, ഫിഗ്സ്, ഇതെല്ലാം കൂടി ഒന്ന് അരയാനായിട്ട് കുറച്ച് ഇതിനകത്ത് മെൽറ്റഡ് പാല് കുറച്ചുണ്ട്, പാലിൽ നിന്നും കുറച്ചൊഴിക്കാം. ഫസ്റ്റ് റൗണ്ട് അങ്ങനെ പോട്ടെ. എന്നിട്ട് ഇനി കുറച്ചുകൂടി പാൽ. പാലിൻ്റെ കുറച്ച് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഫുൾ ഇടുന്നില്ല, കുറച്ച്. നല്ലൊരു ബ്ലെൻഡിങ് ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്, അതാണ് നമ്മൾ മധുരത്തിനായിട്ട്. ഇതിലിപ്പോൾ ഡേറ്റ്സിനും ഈ അത്തിപ്പഴത്തിനും ഒക്കെ ഇച്ചിരി മധുരം ഉണ്ടെങ്കിലും അത് പോരല്ലോ. ഒരു 3 ടേബിൾ സ്പൂണോളം, 3 മുതൽ 4 നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നു. മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്, അതിൻ്റെ കൂടെ ഐസ്, ബാക്കി നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഐസ് മിൽക്ക്. ഇനി നല്ലൊരു ബ്ലെൻഡിങ്. അങ്ങനെ നമ്മുടെ ഷേക്ക് ഇസ് റെഡി. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്ന് മാറ്റാം. നല്ല കുറുകിയ മാപ്പിള മിൽക്ക് ഷേക്ക്, നല്ല തിക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിയുണ്ട്, അത്രയ്ക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മാപ്പിള ഷേക്ക് ഈസ് റെഡി. ഇനി ഇതിൻ്റെ മുകളിലുള്ള അലങ്കാരം എന്ന് പറയുമ്പോൾ കുറച്ച് ബദാം ചോപ്ഡ്, അണ്ടിപ്പരിപ്പ് അരിഞ്ഞതും. ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഷേക്കാണ്, മാപ്പിളയ്ക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. അതായത് പിന്നെ ബ്രൈഡ് ഗ്രൂമിനുള്ളതാണ്, പുരുഷന്മാർക്ക്. പെണ്ണുങ്ങൾക്കും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല എനർജി കിട്ടും, ഹെൽത്തിയാണ്.
അപ്പോൾ ഇപ്പോൾ നോമ്പ് സമയമാണ്, അപ്പോൾ നല്ല എനർജി വേണ്ട സമയമാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചെറുപാനീയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്നാക്കൊക്കെ കഴിച്ചിട്ട് മിൽക്ക് ഷേക്സും പലതരം ജ്യൂസുകൾ സർബത്തുകളൊക്കെ കുടിക്കില്ല. ആ കൂട്ടത്തിൽ ഈ ഒരു മിൽക്ക് ഷേക്കിനെ കൂടെ ഉൾപ്പെടുത്തും. അകത്തും കംപ്ലീറ്റ് നട്ട്സാണ്, പുറമേ കടിക്കാനും ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് റേസിൻസും കൂടെ, കിസ്മിസ് സീഡ്ലെസ്. അങ്ങനെ നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് ഷേക്ക് ഈസ് റെഡി. മാപ്പിള മിൽക്ക് ഷേക്ക് ഓർ മാപ്പിള ഷേക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇത് ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. വളരെ ഹെൽത്തിയാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതിൽ കണ്ടൻസ് മിൽക്ക്, നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി, ആവശ്യാനുസരണം. അപ്പോൾ അതിനൊരു പ്രത്യേക കണക്കൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു വടയാണ്, നമ്മുടെ മുരിങ്ങ ചീര വട. അത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, വളരെ സ്വാദാണ്. അതിൻ്റെ എരിവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്രമത്തിനനുസരിച്ച് ചെയ്യുക. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ലൊരു 4 മണി പലഹാരവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ചെറുകടിയാണ്. ഇനി രണ്ടാമത് കാണിച്ചത് നമ്മുടെ മിൽക്ക് ഷേക്കാണ്. ഇത് മാപ്പിള മിൽക്ക് ഷേക്ക് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും മാപ്പിളമാർക്ക് മാത്രമല്ല എല്ലാവർക്കും കുടിക്കാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ കാര്യമാണ്. ഉണ്ടാക്കി നോക്കുക. നല്ല തണുത്ത പാൽ തന്നെ, ഇതുപോലെ ഐസ് കോൾഡ് ഫ്രോസൺ മിൽക്കിൽ തന്നെ ചെയ്യണം. എന്നാലും ആ തിക്നെസ് ഇങ്ങനെ നന്നായിട്ട് കിട്ടുള്ളൂ. ഈ ചൂട് സമയത്തെ അതിജീവിക്കാൻ ഇത്തരം തണുത്ത പാനീയങ്ങളൊക്കെ നല്ലതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക 2 വിഭവങ്ങളും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.